ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒന്ന് ഈശോയുടെ നാമത്തിൽ അടുത്തിരിക്കുന്നവർ കരം പിടിച്ചിട്ടൊരു ഹല്ലേലൂയ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് വീണ്ടും നമ്മളെ ഒരു ആരാധനയിലേക്ക് നയിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് സ്വർഗം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണ്. നമുക്കറിയാം, സ്തുതിയുടെ മഹനീയമായ പ്രതീകമായിട്ട് വിശുദ്ധ ഗ്രന്ഥവും ദൈവവേല ചെയ്തവരും എല്ലാം എടുത്തു പറയുന്ന ഒരു ജീവിതമാണ് ദാവീദിൻ്റെ ജീവിതം. ആ ദാവീദ് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പെട്ടുപോയപ്പോൾ ദാവീദ് വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനം 51 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ അധരത്തെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദാവീദിന് ഒരൊറ്റ വിഷമമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പഴയ പോലെ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ പറ്റണം. ഓരോ പാപത്തിൻ്റെ സ്വാധീനവും ഒരു ബന്ധനമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അധരമുണ്ടെങ്കിലും കർത്താവേ, നീ ഒന്ന് തുറക്കാതെ, ഹൃദയം നീ ഒന്ന് തുറക്കാതെ എനിക്ക് നിന്നെ സ്തുതിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്കും ദാവീദിനോട് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി, കർത്താവേ, കർത്താവേ, എന്റെ അധരം തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കട്ടെ. കർത്താവേ, കർത്താവേ, എന്റെ ഹൃദയം തുറക്കണമേ, എന്റെ ഹൃദയം അങ്ങയുടെ സ്തുതികൾ ആലപിക്കട്ടെ. രണ്ടുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പാപിയാണെങ്കിലും ഈ സമയം നമ്മളൊന്ന് ഉള്ളു തുറന്ന് സ്തുതിച്ചാല് എല്ലാ പാപത്തിന്റെ കെട്ടുകളും കർത്താവ് എടുത്തു മാറ്റും. കാരണം അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ആ പരിശുദ്ധിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ എല്ലാ അശുദ്ധിയെയും മാറ്റുന്ന അത്ഭുത സാന്നിധ്യമായി അവിടുന്ന് നമ്മുടെ ജീവിതങ്ങൾ നിറയും. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. സങ്കീർത്തനം 99 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവമായ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും, അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ അവിടുത്തേക്ക് ആരാധനകൾ അർപ്പിക്കും. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പരിശ്രമിക്കാം. ഒരു നിമിഷം കൂടെ കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് എൻ്റെ എല്ലാ അയോഗ്യതകളും ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവമേ, ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരും മനുഷ്യരും അങ്ങയെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അനവരതം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ലോകം മുഴുവനിലുമുള്ള എല്ലാ വിശ്വാസികളോടും ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഇരു കരവുമുയർത്തി ഹല്ലേലൂയ. കർത്താവ് നൽകിയ കരമുയർത്തി ഹല്ലേലൂയ. അധരമുയർത്തിയ പരിശുദ്ധനായവനെ സ്തുതിക്കാൻ പരിശ്രമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, ഭാവികളായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളുടെ ഐശുദ്ധിയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ ബലവാനാകുന്നു. ദൈവമേ, നീ അമർത്യനാകുന്നു. ആദ്യവും അന്തവുമായവൻ നീ തന്നെ. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രൻ ഹോശാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലിവ് മല താഴ്വരയിൽ ഓർസ്ലേമിന്റെ നഗരത്തിൽ ആർത്തിരമ്പുന്ന ദൈവജനം ഒരുമിച്ച് ജൈവിളിച്ചത് ഓർക്കുന്നില്ലേ? നമ്മുടെ കർത്താവിന് ഒരോശാന പാടി ദാവീദിന്റെ പുത്രനെ സ്തുതിച്ചു. അത്യുന്നതൻ ഹോശാന പാടി ദൈവത്തെ അവർ സ്തുതിച്ചു. നമുക്കും ലോകം മുഴുവനുമുള്ള ദൈവജനത്തോട് ചേർന്ന് ദാവീദിന്റെ പുത്രനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കണ്ണുകളെ അടച്ച് Hosanna, Hosanna.
പരിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരാം. എല്ലാ തലങ്ങളും പാടുന്നു. പരിശുദ്ധനായവൻ യേശുവാണ്. യേശുവാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു ആരിലേവം ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. സർവ സൃഷ്ടിജാലങ്ങളും സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കണ്ണുകളെ അടച്ചുകൊണ്ട് ഹൃദയം അവിടുത്തെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് സകല സൃഷ്ടപ്രപഞ്ചത്തോടും സർവചരാചരങ്ങളോടും ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് വീണ്ടും പാടി ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആഴികൾ ചൂടുമി ഭൂതലവും മാമലയാറുകൾ മാമരങ്ങൾ പ്രിയങ്കരം പാടുന്നു സംഗീതങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ അവിടുത്തെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കർത്താവിന്റെ നാമത്തിൽ വന്നവൻ നീ, വീണ്ടും വരുവാനിരിക്കുന്നവൻ നീ. ഓ ദാവീദിന്റെ പുത്രനായ യേശുവേ, അങ്ങേക്ക് ആരാധന. ഓ ദൈവമേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും അവിടുത്തെ ആരാധിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ അതൊരു അത്ഭുതമായി നമുക്ക് അനുഭവപ്പെടും. ജീവിതത്തിന്റെ ഇന്നോളം നമ്മെ നടത്തിയ ദൈവം, പൈതൽ പ്രായം തൊട്ടിന്നോളം നമ്മളെ പോറ്റി പുലർത്തിയ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടുത്തെ മുമ്പിൽ നമുക്ക് അല്പസമയം ഭയഭക്തിയോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശൈശവകാലങ്ങളിൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്ന നിമിഷങ്ങളിൽ, എൻ്റെ ബാല്യകാലങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ കടന്ന നാളുകളിലെല്ലാം എന്നെ പോറ്റി പുലർത്തിയ ഒരു ദൈവമുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നടത്തുന്ന ദൈവത്തെ നന്ദിയോടെ ഒരു കൃതജ്ഞതയുടെ ബലി ഉയർത്തി നാം ഈ സമയം ആരാധിക്കുകയാണ്. നമുക്ക് അവിടുത്തെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ ഉയർത്തി കൊടുത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് അവിടുത്തോട് ചേർന്ന് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ നിറയട്ടെ. എൻ്റെ ആത്മാവേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തോരം കാലഘട്ടങ്ങൾ ദൈവം നമ്മൾ നടത്തി, ഇത്രത്തോളം നമ്മളെ നടത്തിയ സ്നേഹത്തെ ഈ സമയം നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ്. ആർപ്പുകളോടെ, താളമേളങ്ങളോടെ, കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകത്തിൽ ആ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മളെല്ലാവരും ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഇത്രമാത്രം എന്നെ കരുതുന്ന ദൈവം, ആ ദൈവത്തോടുള്ള നന്ദിയായി ഈ ആരാധന മാറട്ടെ. നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. എല്ലാം മറന്ന് നന്നായി കരങ്ങളടിച്ച് ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം എന്നെ കരുതുന്ന, പാലിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം. എത്രമാത്രം എന്നെ പാലിച്ചു നീ, ഇത്ര നാൾ നീ തന്ന നന്മയെല്ലാം ഓർത്തു പാടാം സ്തുതിഗീതങ്ങൾ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ കണ്ണുനീരിൽ എനിക്ക് ബലമായി മാറിയവൻ, എന്റെ കഷ്ടതയിൽ എനിക്ക് തുണയായി മാറിയ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരിതങ്ങളേറിടുമ്പോ എന്നാശ്വാസമായവരേ, തളരുന്ന നിമിഷങ്ങളിൽ നിൻ വചനം എനിക്ക് ബലമാ. ദുരിതങ്ങളേറിടുമ്പോ
പ്രകാശമായി കടന്നു വന്നവൻ നീ. നിന്നെ ഞാൻ ആരാധിക്കുന്നു. നീയാണ് ലോകത്തിന്റെ പ്രകാശം. ഇരുൾ വീണ എന്റെ ഹൃദയത്തിൽ പ്രകാശമായി നിറഞ്ഞവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. നിന്റെ തിരുച്ചോരയാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ രക്തം എന്റെ മേൽ വീഴുന്നതിനായി നന്ദി പറയുന്നു. ഓ ദൈവമേ, നീരും നിറഞ്ഞ ഹൃദയത്തിൽ വന്നു പിറക്കുന്നതിനെ ഓർത്ത് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുകളിൽ ഒരു ദീപമായി തെളിയുന്ന നീ, മാലിന്യം നിറഞ്ഞോരന്റെ തിരുച്ചോരകൾ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നിറയുന്ന ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ ഇരുൾ നിറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാവ് പകരുകയാണ്. ആ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ആ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കേബാർ നദീതീരത്ത് എസക്കിയേൽ കണ്ട ദൈവദർശനത്തിൽ എസക്കിയേൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അവന് ചുറ്റും ഒരു പ്രകാശമുണ്ടായിരുന്നു. മഴയുള്ള കാലത്ത് മേഘത്തിൽ കാണപ്പെട്ട മഴവില്ല് പോലെയായിരുന്നു ആ പ്രകാശം. മഴയുള്ള കാലത്ത് മേഘത്തിൽ കാണപ്പെട്ട മഴവല്ല് പോലെയാണ് ദൈവത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. അതവിടുത്തെ പരിശുദ്ധിയുടെ പ്രകാശമാണ്. അതവിടുത്തെ പരിശുദ്ധിയുടെ സാന്നിധ്യമാണ്. ഭയഭക്തിയോടെ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുന്ന ആ പരിശുദ്ധിക്ക് മുമ്പിൽ സാധിക്കുന്നവർക്കെല്ലാം അല്പമായ സമയം മുട്ടുമേൽ നിന്നുകൊണ്ട് വീണ്ടും നമുക്ക് അവിടുത്തെ ഒരു നിമിഷം കൂടി ആരാധിക്കാം. അവിടുത്തെ പരിശുദ്ധിയെ ഏറ്റുപറയാം. ഹല്ലേലൂയ. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. Hosanna
രാജ്യം അനുഭവിച്ച് ഹോശാന ഹോശാന ഹോശാന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമുക്ക് കുമ്പിടാം. ജീവിതം നമുക്ക് സമർപ്പിക്കാം, നന്ദി പറയാം. അവിടത്തേക്ക് നിരന്തരം നമുക്ക് ഓശാന പാടാം. നമ്മെ ആരാധനയിലേക്ക് നയിച്ച നല്ല പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് വീണ്ടും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ.